കേരളത്തിൽ സർക്കാരിനെതിരെ എടുത്തു പറഞ്ഞാൽ പിണറായി വിജയൻ, മുഖ്യമന്ത്രിയായിരിക്കുന്ന പിണറായി വിജയനെതിരെ ഒരു വികാരം, ഭരണവിരുദ്ധ വികാരം വളരെ ശക്തമാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വരുന്നത്. എന്താണ് സാർ നിലമ്പൂരിൽ സംഭവിക്കുക? നിലമ്പൂരിലിപ്പം രണ്ട് പേർക്കും അഭിമാന പോരാട്ടമാണ്. രണ്ട് പേർക്കെന്ന് പറഞ്ഞാൽ ഒന്ന് CPM, അതെ, മറ്റേത് UDF-നല്ല, PV അൻവറിന്. കാരണം UDF-ന് അവിടെ നഷ്ടപ്പെടാനൊന്നുമില്ല, അവർ നിലവിൽ തോറ്റ് നിൽക്കുകയാണ്. തോറ്റ് നിൽക്കുകയാണ്. പിന്നെ അവർക്കവിടെ വിജയമുണ്ടായാൽ അതവർക്ക് വലിയ നേട്ടം, ലോട്ടറി അടിച്ചതിന് തുല്യമാണ്. അൻവറിന് വിജയിച്ചേ പറ്റുകയുള്ളൂ. കാരണം LDF-ന്റെ സീറ്റ് പിടിച്ചെടുക്കുകയാണ്. അൻവറിന് വിജയിച്ചേ പറ്റുകയുള്ളൂ. അതെ, ഇവിടെ ഇപ്പോൾ UDF വിജയിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പിക്കാം, ഭരണവിരുദ്ധ വികാരം ശക്തമാണെന്ന് തന്നെ പറയാം. 2021 തന്നെ അൻവർ 2700 വോട്ടിനെ വിജയിച്ചിട്ടുള്ളൂ. അതിനകത്ത് വേറെ കുഴപ്പമുണ്ട്. അൻവറിൻ്റെ സ്വഭാവ ഗുണങ്ങളും അതിനകത്ത് ബാധിക്കുന്നതാണ്. അൻവർ നല്ല പിണറായി വിജയന് എതിരെ വിരൽ ചൂണ്ടി എന്നുള്ളത് കൊണ്ട് അൻവറിൻ്റെ ഗുണങ്ങളൊക്കെ ഗ്രാഫ് ഉയരില്ല. അൻവറിൻ്റെ തനി ഗുണം അവിടെ ഉള്ളവർക്കൊക്കെ അറിയാം, നിലമ്പൂരുകാർക്കറിയാം. പിന്നെ പിണറായി വിജയനെ കുറെ പറയുമ്പോൾ അതിനകത്തൊരു ആൾക്കാർക്കൊരു സന്തോഷമാണ്. പിന്നെ പിണറായി വിജയൻ ഇപ്പോൾ ആർക്കെതിരെയാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത്? മുസ്ലിം വിരുദ്ധ പരാമർശമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഹൈന്ദവരെ പ്രീണിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വയനാട് ഉപതെരഞ്ഞെടുപ്പിൽ പോലും അവിടെ വെച്ച് ഇവരെയൊക്കെ ജമാഅത്തെ ഇസ്ലാമി, SDPI, പോപ്പുലർ ഫ്രണ്ട്, വെൽഫെയർ, ഇവരെല്ലാം മുസ്ലിം ലീഗ് സംരക്ഷിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് പറഞ്ഞത്. സംഘപരിവാർ പറയേണ്ട കാര്യമാണ് പിണറായി വിജയൻ. അപ്പോൾ ഈ ഒരു മുസ്ലിം വിരുദ്ധ ഇതിങ്ങനെ സാർ, ശരിക്കും മുസ്ലിം ലീഗിനെ ചാരി മുസ്ലിങ്ങളെ മൊത്തത്തിൽ ചീത്ത പറയുകയാണ് പിണറായി വിജയൻ ചെയ്യുന്നത്. അതല്ലേ സത്യം? മുസ്ലിം പ്രീണനവും പിമ്പ് നടത്തിയിട്ടുണ്ടല്ലോ. അതെ, പൗരത്വ ഭേദഗതി ബില്ല് വന്നപ്പോൾ അതിനെതിരെ സമരം ചെയ്യുന്നപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഞാൻ മാത്രമേ ഉള്ളൂ, ഞങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞല്ലേ സമരം ചെയ്തത്. പിന്നെ മോളെ പിടിച്ച് റിയാസിന് കൊടുത്തു. അപ്പോഴത്തേനും മുസ്ലിം പ്രേമം അങ്ങ് മൂത്ത് കാണിച്ചു. അല്ല സാർ, ഈ പൗരത്വ നിയമത്തിൽ തന്നെ അന്ന് പിണറായി പറഞ്ഞത് ഇവിടെ ഈ നിയമം ഒരു കാരണവശാലും നടപ്പാക്കില്ല എന്നാണ് പറഞ്ഞത്. ഇവിടെ ഈ ഡിറ്റൻഷൻ സെന്ററുകൾ ഒന്നും തുറക്കില്ല. അതായത് ഈ വിദേശികൾ ഇവിടെ വന്ന് രേഖകളില്ലാതെ ഇവിടെ വന്നാൽ അങ്ങനത്തെ വിദേശികളെ പിടിച്ച് അവരെ ജയിലിൽ കൊണ്ടിടാൻ പറ്റില്ല. മുസ്ലിങ്ങൾക്കൊന്നും ഒരു കുഴപ്പവും ഇവിടെ സംഭവിച്ചിട്ടില്ല. ഇവരിത് അങ്ങനെ ആക്കിയെടുത്തു. അല്ലാതെ എന്നിട്ട് അതിന്റെ പേരിൽ മുതലെടുക്കാൻ ശ്രമം. മുസ്ലിങ്ങളെല്ലാം രാജ്യം വിടണമെന്ന് ആരെങ്കിലും പറഞ്ഞു? ആ നിയമത്തിലെങ്ങും അങ്ങനെ ഒരു ക്ലോസ് ഇല്ല. അന്ന് മാത്രമല്ല, അങ്ങനെ ഒരു കാര്യം ആ നിയമം കൊണ്ടുവന്നവർ ചിന്തിച്ചിട്ടുമില്ല. അപ്പോൾ എന്തോ ഒരു ഈ മുസ്ലിം സമുദായത്തെ മുഴുവൻ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്തത്. എന്നിട്ട് അത് വോട്ടാക്കി മാറ്റുക. 2021 അതിൻ്റെ ചില ആനുകൂല്യങ്ങളൊക്കെ കിട്ടുകയും ചെയ്തു. 21 നമുക്കറിയാം, ജോസ് കെ മാണിയെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു. ക്രൈസ്തവരുടെ കുറച്ച് പിന്തുണയും കൂടെ ആയി. ഈ സെൻട്രൽ ട്രാവൻകൂറിലൊക്കെ ഇവർക്കൊരു പങ്കുണ്ടല്ലോ. കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിനെന്നല്ല, കേരള കോൺഗ്രസിന് മൊത്തത്തിൽ, തിരുവല്ല, അടൂർ, ഇങ്ങനെ ഭാഗങ്ങളിലൊക്കെ തന്നെ. അപ്പോൾ അതിൻ്റെ എല്ലാം നേട്ടം ഉണ്ടാക്കുകയും ചെയ്തു. പിന്നീട് എന്ത് സംഭവിച്ചു? 2ാം തവണ അധികാരത്തിൽ വന്നു കഴിഞ്ഞ് പിന്നീടാണ് പിണറായി അങ്ങ് ഗുണ്ടാ വിളയാട്ടമായി. നിരവധി അഴിമതി ആരോപണങ്ങൾ ഇവരുടെ മേൽ വന്ന് പതിക്കാൻ തുടങ്ങി. പിണറായിക്കും കുടുംബത്തിനും പാർട്ടിക്കും എതിരായിട്ടുള്ള അന്വേഷണങ്ങൾ ഒക്കെ അതിപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് സമയമാകുമ്പോൾ നമുക്കിത് ഒന്നുകൂടെ ശക്തമായിട്ട് അറിയാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ ഇത് അവിടെ വന്നു കഴിഞ്ഞ് പിന്നീട് ലീഗിനെതിരെ ആഞ്ഞടിക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ഇടയ്ക്ക് വെള്ളാപ്പള്ളിയെ എന്തിനാ പൊക്കിയത്? അത്രയും മലപ്പുറത്തെ മുസ്ലിങ്ങളുടെ വളർച്ചയും ഹിന്ദു പിന്നാക്ക വിഭാഗങ്ങളുടെ തളർച്ചയും ചൂണ്ടിക്കാട്ടിയാണ് വെള്ളാപ്പള്ളി നടേശൻ അവിടെ പ്രസംഗിച്ചത്. അദ്ദേഹം പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്, അദ്ദേഹം പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല എന്ന് പറഞ്ഞ് അത് മുസ്ലിം ലീഗിനെ ഫ്രണ്ടിൽ നിർത്തിക്കൊണ്ട് പിണറായി അതിനെ വെള്ളപൂശി.
ഈ വെള്ളാപ്പള്ളിയെ കൊണ്ട് വെള്ളാപ്പള്ളി വെറുതെ അങ്ങ് പറഞ്ഞതാണോ? വെള്ളാപ്പള്ളിയെ കൊണ്ട് പറയിപ്പിച്ചതല്ലേ? അതെ, ഇത് ഇവരുടെ തിരക്കഥയാണെന്നേ. അതെ 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 അതെ. വളരെ കൃത്യമായിട്ട് പിണറായി വിജയന് വേണ്ടി നാവ് വാടകയ്ക്ക് കൊടുക്കുന്ന ഒരു 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 സാഹചര്യം സൃഷ്ടിക്കുകയാണ് അവിടെ വെള്ളാപ്പള്ളി ചെയ്തത് എന്നുള്ളൊരു ആക്ഷേപമുണ്ട്. ഇപ്പം ഈ വെള്ളാപ്പള്ളി ഇപ്പം ഇങ്ങനെ പറഞ്ഞു, ഇനിയിപ്പോൾ പലർക്കും ഈ മലപ്പുറം എന്ന് കേൾക്കുമ്പോൾ ഒരു ഭയമായിരിക്കും. അതെ അല്ലേ? പണ്ട് ഈ ചേർത്തലയിൽ ജോലിയൊക്കെ കിട്ടിയാലും ആരും പോകത്തില്ല പണ്ട് കാലങ്ങളിൽ. എന്താ, ചേർത്തലയിൽ മന്തുണ്ട്, മന്ത് രോഗത്തിൻ്റെ കേട്ടിട്ടുണ്ട് ഞാൻ. ജോലി കിട്ടിയാലൊന്നും ആരും പോകത്തില്ല. മന്ത് രോഗത്തിന്റെ കേന്ദ്രമായി പോയ മന്ത് അവിടെ ചെന്നാൽ ഈ പ്രത്യേകിച്ച് ഒരു പ്രത്യേകതരം കൊതുക് മന്ത് പരത്തുന്ന ഒരു കൊതുക് ഇപ്പോഴും നമ്മുടെ മനസ്സിൽ ചേർത്തല എന്ന് പറയുമ്പോൾ മന്ത് രോഗം. അതെ, പഴയ ആൾക്കാരുടെയൊക്കെ മനസ്സിൽ അതാണ്. ഒരു ഇപ്പോഴൊരു 45 വയസ്സിനൊക്കെ മേളിലുള്ളവരുടെ മനസ്സിൽ. അതെ. അപ്പം ഈ മലപ്പുറത്തെ കുറിച്ചും അങ്ങനെ ഒരു ഭീതിയല്ലേ ഉണ്ടാക്കി വെച്ചത്? അതെ, അത് ഇവർ മനഃപൂർവ്വം ഉണ്ടാക്കി എടുത്തതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ചിലപ്പോഴേ ഇത് ഞാൻ ചോദിച്ചോട്ടെ, അങ്ങനെ ആയിരിക്കാം. മലപ്പുറത്തെ അവരുടെ ഒരു പങ്കാളിത്തമാണ് കൂടുതൽ മുസ്ലിം വിഭാഗത്തിൻ്റെ. അവർ എണ്ണത്തിൽ കൂടുതലാണല്ലോ. എണ്ണത്തിൽ കൂടുതലാണ് എന്ന് വിചാരിച്ച് അവരുടെയുള്ള ഹൈന്ദവരെ ഒന്നും അറ്റാക്ക് ചെയ്യുന്നില്ലല്ലോ അവര്. അല്ല, അത് മാത്രമല്ല സാർ, അതിനകത്ത് ഇത് വളരെ കൃത്യമായിട്ട് സാറിന് മനസ്സിലായില്ല, രാഷ്ട്രീയമാണ്. അതായത് മലപ്പുറത്തെ ഞങ്ങൾ കുരുതി കൊടുക്കാം, നമുക്ക് മലപ്പുറത്തൊന്നും വലുതായിട്ടൊന്നും കിട്ടാനില്ല. പക്ഷേ ആ മലപ്പുറത്തെ കാണിച്ചുകൊണ്ട് ഇപ്പുറത്ത് തെക്കൻ കേരളത്തിൽ ഹൈന്ദവരുടെ നായന്മാരുടെയും ഈഴവരുടെയും അതായത് മറ്റ് പിന്നാക്ക വിഭാഗങ്ങളുടെയും വോട്ടുകൾ നമുക്ക്, അതായത് 24 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ CPM-ൽ നിന്ന് അങ്ങോട്ട് ഒഴുകിപ്പോയ BJP-യിലേക്ക് ഒഴുകിപ്പോയ വോട്ട് മുഴുവൻ തിരിച്ചൊഴുകിക്കൊണ്ടുവരാൻ അതിനുവേണ്ടി പിണറായിയും വെള്ളാപ്പള്ളിയും കളിച്ച നാടകമാണ്. എന്നിട്ട് ഈ വെള്ളാപ്പള്ളിയുടെ 30-ാം വർഷം അല്ലേ, SNDP യോഗം ജനറൽ സെക്രട്ടറി ആയിട്ട് 30-ാം വർഷം. ഈ വെള്ളാപ്പള്ളി ഇത് പറഞ്ഞപ്പോൾ തന്നെ പലരും എതിർത്തു. CPM-നകത്തുള്ളവരും ഒക്കെ എതിർത്തില്ലേ? പിണറായി വല്ലതും പറഞ്ഞു? ഒന്നും പറഞ്ഞില്ല. എന്നിട്ട് വെള്ളാപ്പള്ളിയുടെ ഈ 30-ാം വർഷത്തിൻ്റെ ആഘോഷത്തിൽ പിണറായി മുഖ്യാതിഥിയാ. പിണറായി പോണ്ടാന്ന് തീരുമാനിച്ചോ? പിണറായി പോയില്ലെങ്കിൽ സംഭവം മാറും. പക്ഷെ പാർട്ടിക്കുള്ളിൽ നിന്ന് അങ്ങനെ ചില കോണുകളിൽ നിന്ന് അങ്ങനെ ഒരു ആവശ്യം ഉയർന്നിരുന്നു, പോകരുതെന്ന്. പക്ഷെ പോയില്ലായിരുന്നുവെങ്കിൽ കാണാം, ഫേസ്ബുക്കിലൊക്കെ അത്തരത്തിലുള്ള ചില എഴുത്തുകൾ വന്നിരുന്നു. അല്ല, പോയില്ലായിരുന്നുവെങ്കിൽ ഹൈന്ദവർ ബാക്കിയുള്ള ഈഴവരുടെയും ഹിന്ദുക്കളുടെ വോട്ട് വലിയ തോതിൽ. കാരണം ഈ വെള്ളാപ്പള്ളി ഇത് പറയുമ്പോൾ ഹിന്ദുക്കളിലെ വിവിധ വിഭാഗങ്ങളെല്ലാം കയറി അവിടെ ഒരുമിക്കും. കാരണം മലപ്പുറത്ത് മൊത്തത്തിൽ ഇവിടെ നടക്കുന്ന ഈ മുസ്ലിം പ്രീണനവും ഈ ഇടതുപക്ഷത്തിൻ്റെ ഈ എന്താ പറയേണ്ട ഈ പറയുന്ന ഒരു ലിബറൽ പോളിസി ഇവരോട് കാണിക്കുന്നുണ്ടല്ലോ, വലിയ രീതിയിൽ മുസ്ലിം പ്രീണനം നടത്തുന്നു എന്നുള്ള ആക്ഷേപം പിണറായിക്കെതിരെ വളരെ ശക്തമാണ്. അപ്പോൾ തന്നെ ഈ പറയുന്നത് പോലെ ഒരു ഹിന്ദു കൺസോൾട്ടേഷൻ അതിനെതിരെ ഉണ്ടാകുമെന്നുള്ളത് തീർച്ചയാണ്. അത് കൃത്യമായിട്ടും ഈ BJP-യിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഇവരെ ഭയപ്പെടുത്തുന്ന കാര്യം. അത് മറികടക്കാനും കൂടിയാണ് അവർ മലപ്പുറത്തിൻ്റെ ആ വിഷയം എടുത്തിട്ടത് എന്നുള്ളത്. പ്രശാന്ത് ഓർക്കുന്നുണ്ടോ? കണ്ണൂരിലോ മറ്റോ ആണെന്ന് തോന്നുന്നു, ഈ SNDP-യുടെ ഒരു പ്രോഗ്രാം നടക്കുമ്പോൾ മുഖ്യാതിഥി പിണറായി ആയിരുന്നു. അപ്പം ചടങ്ങ് തുടങ്ങുന്നത് ഗുരുദേവ കീർത്തനത്തോടാണ്. എനിക്ക് ഓർമ്മ വന്നു. അപ്പം എല്ലാവരും സദസ്സിലുള്ള ദൈവദശകം ചൊല്ലിക്കൊണ്ടാണ്. ദൈവദശമായിരുന്നു. എല്ലാവരും എഴുന്നേറ്റ്. പിണറായി അങ്ങനെ എഴുന്നേറ്റില്ല. തൊട്ടടുത്തിരുന്ന കടന്നപ്പള്ളി എഴുന്നേറ്റപ്പോൾ പിടിച്ചവിടെ ഇരുത്തി. എന്നിട്ട് എഴുന്നേൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം ഗുരുനിന്ദ കാണിച്ച ആളാണ് വെള്ളാപ്പള്ളിയെ അടുക്കച്ചത്. വെള്ളാപ്പള്ളിയെ ഗുരുദേവനേക്കാൾ വലിയ ആളാക്കി. കുമാരനാശാൻ പോലും ഇത്രയും കാലം ജനറൽ സെക്രട്ടറി ആയിട്ട് ഇരുന്നിട്ടില്ല. 15 വർഷമോ 16 വർഷം എന്തോ ആണ്. ഇത് വലിയ സ്നേഹത്തിൻ്റെ മരമാണ്, വടവൃക്ഷമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് വാഴ്ത്തുക. ഇതിവരുണ്ടാക്കിയ തിരക്കഥ തന്നെയാണ്. അപ്പോൾ ആ തിരക്കഥയ്ക്ക് അനുസരിച്ച് ആടി. അപ്പം ഈ മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ള വോട്ട് അവിടെ നിലമ്പൂരിൽ എവിടെ പോകും? അത് തീർച്ചയായിട്ടും UDF-ലേക്ക്. മുസ്ലിം വിഭാഗത്തിനാണ് അവിടെ മുൻഗണന. അപ്പോൾ അത് ഇനി അവിടെ ജോയിയെ നിർത്തിക്കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഷൗക്കത്തിനായിരിക്കും അവിടെ കൂടുതൽ വോട്ട് നേടാൻ സാധിക്കേണ്ടതും അതുതന്നെയാണ്. ഷൗക്കത്ത് മത്സരിച്ചാൽ നല്ലതാണ്. അല്ലെ ഷൗക്കത്ത് ചിലപ്പോൾ കളഞ്ഞിട്ട് പോയാലോ
അങ്ങനെ സംഭവിക്കും. ആരെങ്കിലും കളഞ്ഞിട്ട് പോയാൽ അവരെ നെഞ്ചേറ്റിൽ എടുക്കാൻ വേണ്ടി CPM ഇരിക്കുകയാണ്. തൊഴിയുന്നതെല്ലാം പെറുക്കിയെടുക്കാൻ. അതെ.